ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെറീസ് ആൻഡ് മോം. അപ്പം ഞാനിപ്പം ലുലു മാളിലെ കാർ പാർക്കിംഗ് സ്പേസിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഐസ്ക്രീം കിട്ടുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന ആൾക്കാരെല്ലാം ഐസ്ക്രീം വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായമാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെയും ലുലു മാളിൽ വന്നിട്ട് ഈ സ്പേസ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കിതുവരെയും ഈ സ്പേസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ സ്ട്രോബെറിയുടെ ഐസ്ക്രീം അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒരു സ്ട്രോബെറിയുടെ ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരവിടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്ട്രോബെറി അതിന് പേ ചെയ്യുന്നത് 160 റുപ്പീസാണ്. 1 സ്ട്രോബെറിയുടെ റോളിന് പേ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രോബെറി ഇങ്ങനെ അടിച്ച് റെഡിയാക്കി ഇങ്ങനെ കൂട്ടിയൊക്കെ എടുത്തിട്ട് ഇനി അത് നിരത്തി വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിൽ ഇട്ട് നമുക്ക് തരുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ട്രോബെറി അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എൻ്റെ അടുത്ത് മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് സിറപ്പൊക്കെ ഒഴിച്ച് നമുക്ക് തരുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇത് സുഖമായിട്ട് 2 പേർക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് പോയി ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു അടിപൊളി ഫുഡ് വീഡിയോസിലോട്ടാണ്. നിങ്ങളെ ഞാൻ കൊതിപ്പിക്കും. പ്രത്യേകിച്ച് സ്വീറ്റ്സ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ്. നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് കുറേ കേക്കുകളാണ്. കേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പ്ലീസ് കമൻറ്റ്. കേക്ക് തന്നെ ചീസ് കേക്ക്, മാംഗോ, കാരമൽ, പൈനാപ്പിൾ, അങ്ങനെ ഇഷ്ടം പോലെ കേക്കുകൾ അങ്ങനെ നിരത്തി വെച്ചേക്കെ ഏതെടുക്കണം. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും കഴിക്കാൻ തോന്നും. പ്രത്യേകിച്ച് സ്വീറ്റ് ലവേഴ്സിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. നമ്മളിപ്പം ഇത് കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുമല്ലോ. കൊതി വരാത്തവർക്കും കൊതി വരും. അങ്ങനെ കൊതിപ്പിക്കാനാണല്ലോ അവരിതെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ ബർത്ത്ഡേക്ക് ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിറ്റ്കാറ്റിൻ്റെ കേക്ക്, ചോക്ലേറ്റിൻ്റെ നമ്മളെ ഡ്രീം കേക്ക് ഒക്കെ അവിടെ ലുലുവിൻ്റെ തന്നെ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തതാണെങ്കിൽ സ്ട്രോബെറി ചീസ് കേക്ക്, മഡ് കേക്ക്, മാംഗോ കേക്ക്, അതെല്ലാം കേക്കുകളാണ്. പിന്നെ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, പിസ്ത, ലാൻജോ, അങ്ങനെ തുടങ്ങിയ കേക്കുകളിൽ വൈഡ് റേഞ്ച് ഓഫ് കേക്കുകളാണ്. എല്ലാം നല്ല കളർഫുൾ കേക്കാണ്, കാണുമ്പോൾ തന്നെ സ്വർഗം. പിന്നെ കപ്പ് കേക്ക് തന്നെയാണ് ഇതുമെല്ലാം. കപ്പ് കേക്ക്, പിന്നെ ബ്രൗണീസ് ഉണ്ട്, ചോക്ലേറ്റ് ആൽമണ്ട്, പിന്നെ മഫിൻസ് ഉണ്ട്. മഫിൻസ് തന്നെ ഒരുപാട് വെറൈറ്റി മഫിൻസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം മീറ്റ് ഐറ്റംസ് ആണ്, ചിക്കൻ്റെത്. പിന്നെ ഡോണറ്റ്സ് ഉണ്ട്, ഫാൻസി ഡോണറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള ഡോണറ്റ്സുകളാണ്. പിന്നെ നമുക്ക് അവിടെ ബക്ലാവ പോലത്തെ സ്വീറ്റുകളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ബക്ലാവ, ടർക്കിഷ് സ്വീറ്റുകളുണ്ട്. ടർക്കിയുടെ തന്നെ കുറേ ചോക്കോ ബക്ലാവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനി കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റിലൂടെ വേണം അറിയാനായിട്ട്. പ്ലീസ് കമൻറ്റ്. പിന്നെ നമ്മളെ ലഡു ആണ്. ലഡു, ഗുലാബ് ജാം, രസഗുള, കുൽഫി, പിന്നെ മിൽക്ക് സ്വീറ്റ്സ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പേട, ബംഗാളി സ്വീറ്റ്സ്, മൈസൂർ പാർക്ക്,
പിന്നെ എനിക്ക് പേരറിഞ്ഞൂടാത്ത ഒരുപാട് സ്വീറ്റുകളുണ്ടായിരുന്നു. പിന്നെ കുറേ മിക്സ്ചർ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സാൻഡ്വിച്ച് ഐറ്റമാണ്. സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, ചീസ്, പനീർ, അങ്ങനെ ഒരുപാട് സാൻഡ്വിച്ച് എല്ലാം അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവരവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ തന്നെ പൈനാപ്പിള് അതെല്ലാം അവിടെ ഇങ്ങനെ ഒരു ബോക്സിലായിട്ട് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പിസ്സയുടേതാണ്. പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം, ഒലീവ് ലീഫ്, ഇതെല്ലാം പൈനാപ്പിളാണ്. ഇതെല്ലാം അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാലഡിന് വേണ്ടിയിട്ടുള്ളതും ഉണ്ട്. പിസ്സയ്ക്കാണോ സാലഡിനാണോ എന്ന് അറിയത്തില്ല. അതെല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പിന്നെ സ്വീറ്റ്സുകളാണ്. പിന്നെ കുക്കീസിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്ന മൾട്ടിഗ്രെയിൻ കുറേ ടൈപ്പ് ഓഫ് കുക്കീസ് ഉണ്ട്. പിന്നെ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഒക്കെ വരുന്നുണ്ട്. കുക്കീസ് തന്നെ ഒരുപാട് ഇട്ടുണ്ട്. മൾട്ടിഗ്രെയിൻ ബ്രെഡ്, സ്വീറ്റ്, മസാല ബ്രെഡ്, പിന്നെ കോൺ ബ്രെഡ്, കൺട്രി ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് ബ്രെഡുണ്ട്. ഇത്രയും വലിയ ബ്രെഡൊക്കെ ഞാൻ കാണുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.